ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നിവിടെ തമിഴ് ന്യൂ ഇയർ ആണ്. അനേവർക്കും ഇനിയ പുത്താണ്ടു വാഴ്ത്തുക്കൾ. പിന്നെ നമ്മളുടെ വിഷുവാണ്. എല്ലാവർക്കും ഹാപ്പി വിഷു. പ്രോസ്പെരിറ്റിയുടെയും സമൃദ്ധിയുടെയും സൗഭാഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഒക്കെ വിഷു ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് കിടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരുപാട് പേരുടെ ഒരു റിക്വസ്റ്റാണ്. നമ്മളുടെ വീഡിയോയിൽ അറിയാൻ വയ്യാത്തതും കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ സൗന്ദര്യ സംരക്ഷണം ചെയ്യുന്നത്, ബ്യൂട്ടി കെയർ ചെയ്യുന്നത്, സ്കിൻ കെയർ ചെയ്യുന്നതെന്നൊക്കെ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഒരു സ്കിൻ കെയർ ചെയ്തിട്ട് അതിന് യൂസ് ഇല്ലാതെ പോകരുത് അല്ലേ. നമ്മൾ എത്രയോ സമയമെടുത്ത് ഇല്ലാത്ത സമയം ഒതുക്കി ചെയ്യുന്ന സ്കിൻ കെയർ ആണല്ലേ. അത് നമ്മളുടെ ഒരു സ്വപ്നവും കൂടിയാണല്ലേ. നമ്മൾക്ക് യുവത്വമുള്ള ചർമ്മം കിട്ടുക, പാടുകളൊന്നുമില്ലാത്ത, ചുളിവുകളൊന്നുമില്ലാത്ത, വരകളില്ലാത്ത, അങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾക്ക് അങ്ങനെ ഒരു അനുഭവം ലൈഫിൽ വരുമ്പോൾ മാത്രമേ അതിൻ്റെ വേദന എന്താണെന്നും അതിൻ്റെ ഡെപ്ത് എന്താണെന്നും നമ്മൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇതൊരു വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് കേട്ടോ. ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലാത്ത സ്കിൻ കെയർ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെ പ്രോഡക്റ്റ്സ് ആണ് നമ്മളുടെ ഇതിലുള്ളതെന്നുണ്ടെങ്കിൽ, ബിക്കോസ് നമ്മളെല്ലാം നാച്ചുറലായിട്ടുള്ള തനതായ സാധനങ്ങൾ ചേർക്കുന്നത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള കോസ്റ്റ് അതിന് ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല. സോ അത് പറ്റാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള കുറച്ച് സ്കിൻ കെയർ ഞാൻ കാണിച്ചു തരാം. റിങ്കിൾസ് പോകാനും ചുളിവുകൾ വരാതിരിക്കാനും മുഖത്തുള്ള മാർക്കുകൾ പോകാനും, ഇനി കുറച്ച് ഏജ് ആകുമ്പോൾ ചിലരുടെയൊക്കെ ഫേസ് ഒന്ന് സ്വെല്ലിംഗ് ആയിട്ട് ആവശ്യമില്ലാതെ കുറച്ച് വെള്ളം കെട്ടി നിന്നിട്ടൊക്കെ ഉണ്ടാവും അല്ലേ. അങ്ങനെ ഒരു സ്ലിം ഫേസ് കിട്ടാനായിട്ട് ഫേസ് യോഗ ഒന്നും ചെയ്യാതെ തന്നെ പ്രത്യേകിച്ചൊരു എഫേർട്ടൊന്നും എടുക്കാതെ ഒരു സ്ലിം ഫേസ് കിട്ടാനായിട്ടുള്ള വീഡിയോ ആണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. കുറച്ച് അധികം റെമഡീസ് ഞാൻ കാണിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ളതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇതൊരു വിഷു സമ്മാനമായിട്ടും കൂടെ ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. ഇന്ന് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് കല്ലുപ്പ് വെച്ചിട്ടാണ്. കല്ലുപ്പ് നമ്മളുടെ സ്കിന്നിലുള്ള ടാനിനെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് മാറ്റുകയും നമ്മൾക്ക് നിറയെ മിനറൽസ് നമ്മുടെ സ്കിന്നിലേക്ക് സപ്ലൈ ചെയ്യുകയും നമ്മൾക്കൊരു റേഡിയന്റ് ഗ്ലോ തരികയും സ്കിന്നിനെ ഡീടോക്സ് ആക്കി പോസ് എല്ലാം ക്ലീൻ ചെയ്യുന്നതുമാണ്. മുഖത്തുണ്ടാകുന്ന നീർക്കെട്ടിനെ കുറയ്ക്കാനും ഉപ്പ് സഹായിക്കുന്നതാണ്. മുഖത്ത് ഒരുപാട് മുഖക്കുരു, പോറലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് അവോയ്ഡ് ചെയ്യാം. നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് ഹണിയാണ്. ഹണിയിലേക്ക് നമ്മൾ ഇടുന്നത് ഒരു പിഞ്ചിനേക്കാളും ചെറുതായിട്ടുള്ള ഉപ്പാണ്, അല്ലാതെ നിറയെ ഒരു സ്പൂണോ ഒരു തവിയോ ഒന്നുമല്ല. ഉപ്പും ഹണിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഹണി നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. അതുകൊണ്ട് തന്നെ രണ്ടും കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മളുടെ ഫേസിൽ ഉണ്ടാകുന്ന റിങ്കിൾസിന് നല്ല കുറവ് കിട്ടുന്നതാണ്. റിങ്കിൾസ് വരാതെയും നമ്മൾക്ക് സഹായിക്കുന്ന ഒന്നാണ് ഹണിയും ഉപ്പും കൂടെയുള്ള ഈ ഒരു സൊല്യൂഷൻ. നിങ്ങൾക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് 15 മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ചെയ്യാവുന്നതാണ്. നല്ല മൈൽഡ് ആയിട്ടുള്ള ഹോട്ട് വാട്ടറിൽ വാം വാട്ടറിൽ വാഷ് ചെയ്തിട്ട് ഒരു ഐസ് ക്യൂബ് മുഖം തുടയ്ക്കുന്നതിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അടുത്ത ഫേസ് പാക്കിലേക്ക് നമ്മൾ ഇടുന്നത് ഹോം മെയ്ഡ് അലോവേറ ജെല്ലാണ്. വാട്ടർ ബേസ്ഡ് അലോവേറ ജെല്ലാണ്. ധാരാളം വാട്ടർ ഉണ്ട്. നമ്മളുടെ ഫേസിലേക്ക് ആവശ്യത്തിനുള്ള മോയ്സ്ചർ ലോക്ക് ചെയ്യാനും റിങ്കിൾസ് വരുന്നതിനെ തടയാനും ഫേസ് ഡ്രൈ ആകാതെ നോക്കാനും ബ്രൈറ്റ് ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഹോം മെയ്ഡ് അലോവേറ ജെൽ. ഇത് നമ്മുടെ സ്റ്റോറിൽ ലഭ്യമാണ്. നമ്മളുടെ ഫേസിന് ഒരു എക്സ്ട്രാ ഗ്ലോ തരുന്നതാണ് അലോവേറ സൗന്ദര്യ സംരക്ഷണത്തിന്റെ ക്യൂനാണ്. അതിലേക്ക് നമ്മൾ ഇടുന്നത് ഒരു പിഞ്ച് സോൾട്ടും ഒരു സ്പൂൺ നല്ല കട്ടിയുള്ള അധികം പുളിക്കാത്ത തൈരാണ്. ഒരുപാട് പുളിച്ച തൈര് വേണ്ട, അധികം പുളിക്കാത്ത തൈരും കൂടെ ചേർത്ത് നല്ല മിക്സമാക്കുക. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫേസിൽ ഇടുമ്പോൾ ഫേസ് ഡ്രൈ ആയിട്ടുണ്ടാകുന്ന റിങ്കിൾസ് വരാതിരിക്കാനും ഡാർക്ക് സ്പോട്ട് ഒക്കെ ഉണ്ടെങ്കിൽ മാറാനും എക്സ്പെഷ്യലി സൺ ടാൻ മാറാനും ഒക്കെ വളരെ നല്ലതാണ്. സൂര്യപ്രകാശം അടിച്ചിട്ടുണ്ടാകുന്ന കരികളിപ്പൊക്കെ മാറാൻ വളരെ നല്ല ഒരു ഫേസ് പാക്കാണ്. നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കൂ. തുടർച്ചയായിട്ട് ഒരു 7 ദിവസം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഈ പാക്കുകളെല്ലാം തന്നെ ഒരെണ്ണം ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അടുത്ത ഫേസ് പാക്ക് ഇട്ടാൽ തന്നെ ഉടനെ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. നമ്മൾ എടുത്തിരിക്കുന്നത് അലോവേറ ജെല്ല് തന്നെയാണ്. നമ്മുടെ ഹോം മെയ്ഡ് അലോവേറ ജെല്ലാണ്. അതിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത്.
കല്ലുപ്പ് പൊടിച്ച പൊടിയാണ് കേട്ടോ ഇതെല്ലാം. അതിലേക്ക് നമ്മൾ ഇടുന്നത് 3 ചെറിയ സ്പൂൺ മുരിങ്ങ ഇലയുടെ പൗഡറാണ്. മുരിങ്ങ ഇല ഉണക്കി പൊടിച്ചതാണ്, മുരിങ്ങ ലീഫ് പൗഡറാണിത്. അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നല്ല തിക്ക് പേസ്റ്റ് ആകുന്ന വരെ മിക്സ് ചെയ്യുക, ഫ്ലഫി ആകുന്ന വരെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മളുടെ മുഖത്തേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത ഫേസിലാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഒരിക്കലും മറക്കരുത്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആസ് യൂഷ്വൽ വാം വാട്ടർ, ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കഴുകിയിട്ട് തുടയ്ക്കുന്നതിന് മുന്നേ തന്നെ ഐസ് റബ്ബ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഈ പാക്കുകളിലെല്ലാം നിങ്ങൾക്ക് അത് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ഉപയോഗിച്ചു നോക്കിയിട്ട് റിസൾട്ട് പറയും. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായോ? ഈസി ആയിട്ട് നമ്മുടെ വീടുകളിലുള്ള സാധനങ്ങൾ തന്നെയാണ്. ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് മുരിങ്ങയിലയുടെ പൊടിയായിരിക്കും. അത് ഈസി ആയിട്ട് നമ്മൾക്ക് ചെയ്യാം. എന്ന് വെച്ച് പച്ച മുരിങ്ങയില പറിച്ചരച്ചൊരിക്കലും ഫേസിലിടരുത് കേട്ടോ. എല്ലാ പച്ച ഇലകൾക്കും അതിൻ്റേതായ അസിഡിക് ഇഫക്റ്റ് ഉണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത് മറക്കരുത്. നിങ്ങൾക്ക് മുരിങ്ങയില കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനിലായിട്ട് കുറച്ച് കടലമാവും കുറച്ച് മഞ്ഞളും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് ചേർക്കാവുന്നതാണ്. മുരിങ്ങയിലയുടെ എഫക്റ്റ് വേറെ ആയിരിക്കും, ഞാൻ ഈ പറഞ്ഞു തന്ന ഒരു ഓൾട്ടർനേറ്റീവിൻ്റെ എഫക്റ്റ് വേറെ ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കംപ്ലൈൻറ്റ് പറഞ്ഞ എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. ഈസി ഹോം റെമഡീസ് ഇഷ്ടം പോലെയുണ്ട്. നമ്മൾക്ക് എന്ത് തന്നെ വേണമെങ്കിലും അത് ചെയ്യാം. പക്ഷെ അത് ചെയ്യാം എന്നല്ലാതെ അതിന് നമ്മൾ വിചാരിക്കുന്ന ഒരു പ്രയോജനം കിട്ടണമല്ലോ. നമ്മൾ എടുക്കുന്ന എഫേർട്ടിന്, നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമിന് അതിൻ്റേതായ ഒരു യൂസ് കിട്ടിയാൽ, അതായത് ഒരു ദിവസം ഇട്ട് ഒരു ദിവസം ഒന്ന് ബ്രൈറ്റായി, പിറ്റേ ദിവസം ഇട്ടില്ലെങ്കിൽ ബ്രൈറ്റ് ആവില്ല, അങ്ങനെ ഒന്ന് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നല്ല നല്ല ഇൻഗ്രീഡിയൻസ് ചേർത്തുള്ള സ്കിൻ കെയർ ചെയ്യുന്നത്. സോ അത് നമ്മൾക്ക് നല്ല എഫക്റ്റ് കുറേ നാളത്തേക്ക് ദീർഘദൂരം നമ്മൾ സഞ്ചരിക്കണം അല്ലേ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളുടെ സ്കിന്നിലേക്ക് അത്രയ്ക്കും എഫക്റ്റ് കിട്ടാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. ഇത് നമ്മൾ ചുമ്മാ അങ്ങ് ചേർക്കല്ല, നമ്മൾ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് പഠിച്ചിട്ട് നമ്മളുടെ പോർഷൻസിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങളിൽ ചിലർ കേട്ടിട്ടുണ്ടാവാം, ചിലർ കേട്ടിട്ടില്ലാതിരിക്കാം. കാരണം എല്ലാവരുടെയും എക്സ്പോഷർ ഡിഫറെൻ്റ് ആണല്ലോ. അപ്പം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നില്ല, നിങ്ങൾക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ എനിക്കറിയണമെന്നില്ല അല്ലേ. നമ്മൾ ജീവിതത്തിൻ്റെ യാത്രയിൽ നമ്മൾ എന്തൊക്കെ കണ്ടു, എന്തിനെയൊക്കെ പരിചയപ്പെട്ടു, എന്തൊക്കെ സാധനങ്ങളുടെ പേരറിഞ്ഞു എന്നൊക്കെയുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണത് കേട്ടോ. കാരണം ഞാനിപ്പോൾ തമിഴ്നാട്ടിലായിട്ട് ഏകദേശം ഒരു 30 വർഷത്തോളമായി നമ്മളുടെ ഇവിടെ സെറ്റിലായിട്ട്. ഇപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്, ചില വേർഡ്സ്, ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അതിപ്പോഴും പുതിയതാണ്, ഇപ്പോഴും പുതുസാർക്ക് അല്ലേ. ഇപ്പോഴും പുതിയ കാര്യങ്ങൾ നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളുടെ നാട്ടിലും ഇതുപോലെ പല കാര്യങ്ങളും നമ്മൾ ലേൺ ചെയ്യും. നമ്മളുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ നമ്മൾ പലതും പഠിക്കും. അത് നിങ്ങളിലേക്ക് പകർന്നു തരികയാണ്, നിങ്ങൾ എന്നിലേക്ക് പകർന്നു തരികയാണ് നിങ്ങളുടെ അറിവുകൾ അല്ലേ. എന്ന് പറയുന്ന പോലെ അറിവെന്ന് പറയുന്നത് ഷെയർ ചെയ്യാനുള്ളതാണ്. മണി ഈസ് ഓൾസോ ഫോർ ഷെയറിങ്. ഒരാളുടെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാനുള്ളത് മാത്രമല്ല പൈസ. അതുപോലെ തന്നെയാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ് ചെയ്യുന്നത്, നിങ്ങളിലേക്ക് കാണിക്കുകയാണ് ചെയ്യുന്നത്, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് എന്തൊക്കെയാണ് എന്നറിയാൻ കൂടുതൽ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിനെക്കുറിച്ച് വേണമെങ്കിൽ ഇൻഡെപ്തായിട്ട് അത് എന്താണ് ചെയ്യുന്നത്, ബെനിഫിറ്റ്സ് എന്താണ്, അതുകൊണ്ടുള്ള ഡീപ്പ് ബെനിഫിറ്റ്സ് എന്താണെന്നൊക്കെ അറിയാൻ പാടായിരിക്കും. ബട്ട് ഓൺ ദ ഹോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് കണ്ടിട്ടേ ഇല്ല കേട്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് വെറുതെ അത് ചെയ്യുന്ന അങ്ങനെ നമ്മൾ നിരുത്സാഹരാകരുത്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഇൻട്രസ്റ്റ് വിടരുത്. നിങ്ങളുടെ ലൈഫിനോടുള്ള ഇൻട്രസ്റ്റ് തന്നെ വിട്ടിട്ട് വെറുത്ത് പോയിട്ടാണ് ഇങ്ങനത്തെ കമൻറ്റുകളൊക്കെ ഇടുന്നത് അല്ലേ. സോ അങ്ങനെ ചിന്തിക്കരുത്. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക, എല്ലാം നല്ലതിനെന്ന് മാത്രം വിശ്വസിക്കുക, സംഭവിച്ചതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാനുള്ളതും നല്ലതിനെന്ന് മാത്രം വിശ്വസിക്കുക. ഒരിക്കലും നിരുത്സാഹപ്പെടേണ്ട കാര്യമില്ല. ഇനി 60 വയസ്സായിക്കോട്ടെ 70 വയസ്സായിക്കോട്ടെ, ഒരുപാട് റെമഡീസ് ഉണ്ട്. നിങ്ങൾക്ക് ജപ്പാനീസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അവരുടെ സ്കിന്നും അവരുടെ ക്ലൈമറ്റും വേറെ തന്നെയാണ്. അവരുടെ ക്ലൈമറ്റിനനുസരിച്ചുള്ള സ്കിന്നാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്, നമ്മളുടെ ക്ലൈമറ്റിനനുസരിച്ചുള്ള സ്കിന്നാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവരിൽ പലരും
80-90 വയസ്സായാലും വയസ്സാവാതെ എനർജറ്റിക് ആയിട്ട് ഓടി നടന്ന് ജോലി ചെയ്യുകയും കട്ടിലേൽ മരിക്കാൻ വേണ്ടി കിടക്കാതെ അവരുടെ സ്കിൻ കെയർ ഇപ്പോഴും അവർ ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾക്ക് ഈ യൂട്യൂബിൻ്റെ ഫിലിംസ് ഒന്നും അല്ലാതെ നിങ്ങൾക്ക് ഡോക്യുമെൻ്ററി നോക്കി എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോഴും രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയി കഴിഞ്ഞാൽ നേരെ അവിടെ പോയി ആ ഒരു റൊട്ടീനാണ്, ആ ഒരു സ്ഥലത്ത് ആ സ്കിൻ കെയർ കാണും, അതെടുത്ത് ഫേസിലെത്തിച്ച് നേരെ അവരുടെ കിച്ചൺ ഫാമിലോട്ട് പോയി എടുത്തുകൊണ്ട് വന്ന് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ അവർ കഴിക്കുന്ന അവരുടെ ഭക്ഷണ രീതിയൊക്കെ വളരെ ഹെൽത്തിയാണ്. നമ്മൾക്കത് എപ്പോഴും അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ചിലപ്പോഴൊക്കെ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിലേക്ക് അതിൻ്റെ ഗ്ലോ ഒക്കെ ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. നമ്മളുടെ ഡയറ്റും നമ്മുടെ സൗന്ദര്യത്തിൻ്റെ ഒരു 90% പാർട്ടാണെന്ന് മറക്കരുത്. ഓക്കെ, ഞാൻ ജ്യൂസ് കുടിക്കാൻ പറയുന്നത്, ജ്യൂസ് ആകുമ്പോൾ നമ്മൾക്കിപ്പോൾ ഏജായി വരുന്നത് കാരണം ഈസി ആയിട്ട് അതിൻ്റെ മിനറൽസും വിറ്റമിൻസും നമ്മൾക്ക് അബ്സോർവ് ചെയ്ത് ശരീരത്തിലേക്ക് കിട്ടും. കാരണം ഡൈജഷൻ പവർ എത്രത്തോളം ഉണ്ട്, നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് എത്രത്തോളം നല്ലതാണ് എന്നുള്ളത് നമുക്കറിയത്തില്ലാത്തതുകൊണ്ട് ജ്യൂസ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് അബ്സോർവ് ആയി കിട്ടും. ഇപ്പോൾ ചിലപ്പോൾ മൾട്ടിവിറ്റമിൻ ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ ഡോക്ടർ പറയും ടാബ്ലറ്റിനേക്കാൾ നല്ലത് ഇഞ്ചക്ഷനാണ്, കാരണം പെട്ടെന്ന് അബ്സോർവ് ആയി കിട്ടും. നമ്മുടെ കൊളാജനൊക്കെ ഒരുപാട് ഡിക്രീസ് ആയിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ ഒന്ന് ടേക്ക് കെയർ ചെയ്യുക, ഹെൽത്തിനെയും കൂടെ ടേക്ക് കെയർ ചെയ്യുക. ഹെൽത്ത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണാൻ മറക്കാതിരിക്കുക. നിറയെ പേരുടെ ഒരു ഹാബിറ്റായിട്ട് ഞാൻ കണ്ടിരിക്കുന്നു, ഞാൻ ഒത്തിരി അതിശയിച്ചിട്ട് കഴിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കലായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈവൻ ദോ സ്കിൻ കെയർ ആവട്ടെ ഹെയർ കെയർ ആവട്ടെ കീമോ ഒക്കെ ചെയ്തിട്ടൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിന് ഉറപ്പായിട്ടും അതിൻ്റേതായ ഡോക്ടറെയാണ് കാണേണ്ടത്. മനസ്സിലായോ? ആ ഡോക്ടർ പറഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ സ്കിൻ കെയർ കൂടെ ചെയ്യുകയാണെങ്കിലാണ് നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുക. കാരണം എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഹോപ്പ് എന്നൊരു കാര്യം ഒരിക്കലും വിടരുത്. ആരായിക്കൊള്ളട്ടെ, നിങ്ങളായിക്കൊള്ളട്ടെ, ഹോപ്പാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാം തന്നെ, അല്ലേ? പ്രതീക്ഷകളാണ് നമ്മളുടെ ജീവിതം. ഓക്കെ, അത് കൈവിടാതെ മുന്നോട്ട് ജീവിക്കുന്നത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ നിങ്ങൾക്ക് ഹെൽത്ത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അതുപോലെ കൊച്ചു കുട്ടികളുടെ പ്രശ്നമൊക്കെ ഉണ്ടെന്നെങ്കിൽ ഡോക്ടറെ കാണാൻ മറക്കരുത്. നമ്മൾക്ക് എപ്പോഴും നമ്മളുടെ വിരൽത്തുമ്പിൽ ഇഷ്ടം പോലെ ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒന്ന് പോയി കൺസൾട്ട് ചെയ്യാം. കൺസൾട്ടേഷൻ ഫീസ് കൊടുക്കുന്ന അതൊരു ചെറിയ എമൗണ്ട് മാത്രമായിരിക്കും, അല്ലേ? അതുകൊണ്ട് അങ്ങനെയും കൂടെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോർമോണൽ ഇൻബാലൻസ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് അതിനെന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ, വ്യതിയാനമുണ്ടോ എന്നൊക്കെ നോക്കി മനസ്സിലാക്കുക. PCOD ഉണ്ടോ എന്ന് നോക്കി മനസ്സിലാക്കുക. ഇതൊക്കെയും ചുമ്മാ തന്നെ ഒരു റൊട്ടീൻ ചെക്കപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണെന്നുള്ളത് മറക്കരുത്. അതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ഹെയർ കെയറും സ്കിൻ കെയറും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മാറും. നമ്മൾക്ക് എല്ലാവരുടെയും അപ്രീസിയേഷൻ കിട്ടും. അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലേ? മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് അതിനെ ഒരിക്കലും മറക്കരുത്. അപ്പോൾ വിഷുവൊക്കെ ആഘോഷിച്ച് സന്തോഷമായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് നല്ല സുന്ദരികളായിട്ടിരിക്കുക, സുന്ദരന്മാരായിട്ടിരിക്കുക. ഞാനത് എപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെപ്പോഴും എൻ്റെ കൂടെ കാണും എന്നുള്ള വിശ്വാസത്തോടെ നിങ്ങളുടെ വീട്ടിലും ഹാപ്പി വിഷു ആഘോഷിക്കുമ്പോൾ എന്നെയും കൂടെ പങ്കുചേർക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു വിഷു കൈ നീട്ടമായിട്ടിരിക്കട്ടെ. ഈ വീഡിയോ ഒരു സിമ്പിൾ റെമഡി, ഇത് വളരെ എഫക്റ്റീവാണ് കേട്ടോ. നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയൂ എങ്ങനെയുണ്ടായിരുന്നു എന്ന്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണണം വരെ ടേക്ക് കെയർ. ഹാപ്പി വിഷു ടു യു ആൾ.